ഹലോ, ഇന്നൊരു ക്ലീഷേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കാരണം എനിക്കിന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൂട്ടി വേറൊരു സ്കൂളിൽ മോഡൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മൾ കുട്ടികളെ അവരുടെ കൺട്രീസിലും കമ്മിറ്റീസിലും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് അവിടെ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് എന്നുള്ളത്. എന്നാൽ പിന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആവാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളെല്ലാം യഥാസ്ഥാനത്ത് എത്തിച്ച് നേരെ ക്യാൻറ്റീൻ കണ്ടുപിടിച്ച് അവിടെ പോയിട്ടൊരു വാട്ടർമെലൺ ജ്യൂസും സമോസയും ഒക്കെ കഴിച്ചിട്ടിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വെറുതെ വായി നോക്കി തിരിഞ്ഞ് ചൊറിയും കുത്തി ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അവർ സ്നാക്സും കൊണ്ട് തന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ സ്നാക്സും കൊണ്ട് തന്നു. ഒരു ചോക്കോ പായും മാംഗോ ജ്യൂസും ആയിരുന്നു. ജ്യൂസ് ഞാൻ കിട്ടിയ പാടെ കുടിച്ചു. ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി കേട്ടോ. പിന്നെ ചോക്കോ പായി ഓക്കെ കഴിച്ചു, അത്ര താല്പര്യമൊന്നുമില്ല എന്നാലും കഴിച്ചു. പിന്നെ സ്കൂളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ഒരു നല്ല സ്കൂളാണ് കേട്ടോ. കാരണം ഒരു ഭയങ്കര പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. സ്റ്റെപ്സിലൊക്കെ കെമിസ്ട്രിയും മാത്സും അതുപോലെ പീരിയോഡിക് ടേബിളും വാൾസിലൊക്കെ ബയോളജിയും ഫിസിക്സും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി പോസിറ്റീവ് എൻവയോൺമെൻറ്റ്. അങ്ങനെ തെണ്ടിത്തിരിയിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ചോറിൻ്റെ സമയമായി. ചോറിന് ചപ്പാത്തിയും പുലാവും തൈര് സാദവും ഒക്കെ ആയിട്ട് നല്ലൊരു ഊണായിരുന്നു. അത് കഴിഞ്ഞ് മണി ഏതാണ്ട് ഒരു മണി 1:30 ആയി. അപ്പോൾ ഭാഗ്യത്തിന് ബാഗിൽ എപ്പോഴും ഒരു ബുക്ക് കരുതാറുള്ളത് കൊണ്ട് ഒരു ബുക്ക് കിട്ടി. അതും വായിച്ച് അങ്ങനെ ഇരുന്നു. എങ്ങനെയോ മണി 3 വീണ്ടും സ്നാക്സ് എത്തി. നബാട്ടിയും മാസയുമായിരുന്നു. ഇവർ ഞങ്ങളെ ഷുഗർ പിടിപ്പിച്ച് കൊല്ലു കേട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ പോലും ഞാനത് തുറന്നൊരു നബാട്ടി കഴിച്ചു. ഭയങ്കര മധുരമായിരുന്നു. അതുപോലെ തന്നെ എടുത്തു വെച്ചു. വീണ്ടും അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കമ്മിറ്റികളും അവരുടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഡിസ്കഷൻസും ഒക്കെ ഇങ്ങനെ വായിച്ചു എടുത്തും ഒക്കെ നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൻ്റെ അപ്പുറത്തെ പറമ്പിലേക്ക് നോക്കിയപ്പോൾ ദാണ്ടടാ പോകുന്ന ഒരു പാമ്പ്. തമിഴ്നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാമ്പിനെ കാണുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് മണി 4:30 പിന്നെ കുട്ടികളെല്ലാം പെറുക്കി കൂട്ടി ബസ്സിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് പാരൻസിൻ്റെ കൂടെ എല്ലാം പറഞ്ഞു വിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഒരു 6:30 മണിയായി. വീട്ടിൽ വന്നപ്പോൾ ദാണ്ടെ അപ്പം അവിടെ നല്ല ചൂട് ചക്കര പായസം, അതായത് ചക്കര പൊങ്കൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് അങ്ങോട്ട് കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്തിരി ദൂരെ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ സ്വന്തം ജിപ്സി.